അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ഓർഡർ നല്ല പാക്കിങ്ങും നല്ല കവറും ചളങ്ങാതെ കിട്ടിയെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രാവശ്യന്മാർ അതിൻ്റെ എല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. നോക്കി ജസ്റ്റ് മറ്റേ സിമ്പിൾ കവറില്ലേ, അപ്പോൾ ഡാമേജ് ഇല്ലാത്ത 100% ഉറപ്പാണ്. ഡാമേജ് കാണുകയില്ല. കണ്ടില്ലേ, നമ്മുടെ കാർ ഇവിടെ നമുക്ക് ഇവിടെ ഇതുണ്ടോ, ബൾജ് ചെയ്തിരിക്കുന്നുണ്ടോ? എന്നാണേലും ഡാമേജ് ഇല്ലാതെ കിട്ടുന്ന 100% ഉറപ്പായി. നമുക്കിത് വേറെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ അങ്ങ് പൊളിച്ചെടുക്കും. നമ്മുടെ ഹാക്കോ ടൈപ്പ് ഡി എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വാ, വളരെ സിമ്പിൾ പാക്കിങ്. ഈശ്വര, ഏറിപ്പോയി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്രൈന്ന് വാ, സൂപ്പർ, ഡാമേജ് ഒന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈശ്വര, ഇത് പൊളിഞ്ഞോ? അത് ശരി. അങ്ങനെ ഒരു 1.5 ഡാമേജ് ആയിട്ട് നമ്മുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ഒരു അറിയിപ്പ്, ഈ ഫസ്റ്റ് ക്രൈ നമ്മൾ ഒരിക്കലും നീറ്റ് കാർഡ് പ്രതീക്ഷിച്ച് നമ്മൾ ഓർഡർ ചെയ്യല്ലേ, നമ്മുടെ ലക്ക് പോലിരിക്കും. ഇത് ജസ്റ്റ് MRP കിട്ടുക, അതുപോലെ തന്നെ എനിക്ക് 150 റുപ്പീസിനൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ ലക്ക് പോലെ ഇരിക്കും നമുക്ക് നല്ലൊരു കാർഡ് കിട്ടണം. എന്നാണേലും നല്ലൊരു മോഡൽ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ഹാക്കോ ടൈപ്പ് ഡി. ഇപ്പോൾ നമ്മുടെ കോമ്പാക്ട് കിങ്സിൽ വരുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിലിങ് നോക്കാം. നല്ല അടിപൊളി അലോയ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിട്ടേൺ ആണ് ഫസ്റ്റ് ഇറങ്ങി 2025. ഇതിപ്പോൾ പുതിയ EKC വരുന്ന ഒരു മോഡലാണ്. നമ്മുടെ BMW മറ്റേ അലോയ് ആണ് കയറി വരുന്നത്. ഫ്രണ്ടിലാണേലും അത്യാവശ്യം ഡീറ്റെയിലിങ്, ഒരു ഇൻഡിക്കേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു 2 ഡോർ വണ്ടി, സ്പോർട്സ് സെഗ്മെൻറ്റ് വരുന്നൊരു വണ്ടിയാണ്. അപ്പം കൊള്ളാം. പിന്നെ ഡാമേജ് ഞാൻ എടുത്ത് കാണിക്കുക. ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്, കാരണം സിമ്പിൾ കവറിലായിരുന്നു. അപ്പം ഇതുണ്ടോ, ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇത് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നോക്കാം. നമ്മുടെ സൺലൈറ്റിലുള്ള കളറിങ് നമുക്ക് പുറത്തുനിന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഹാക്കോ ടൈപ്പ് ഡിയുടെ സൺലൈറ്റ് കളർ. പിസ്ത ഗ്രീന്, ബ്ലാക്ക് ടിൻറ്റഡ് ഗ്ലാസ്. അത്യാവശ്യം സിൽവർ അലോയ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഡീറ്റെയിലിങ് കൊടുത്തിട്ടില്ല. അപ്പം ഓവറോൾ ഇതാണ് കളർ ടോൺ വരുന്നത്. കാർഡ് ഡാമേജ് ആയിട്ടുണ്ട്, ബെൻഡ് ആയിട്ടുണ്ട് ഇവിടെ. കുഴപ്പമില്ല, ജസ്റ്റ് ഓവർ ഹൈപ്പില്ല, ജസ്റ്റ് ഒരു സ്പോർട്സ് കാർ എന്നുള്ള രീതിയിലാണ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി പിസ്ത ഗ്രീൻ ടോൺ എടുത്താണ്. കൊള്ളാം. വണ്ടിയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഹാക്കോ ടൈപ്പ് ഡി ഗോൾഡൻ കളറിൽ. പിന്നെ സൈഡ് വിൻഡിൽ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഫസ്റ്റ് വേരിയൻറ്റിന് ഇവിടെ ഒരു 3 സ്പോക്ക് അലോയാണ് വരുന്നത്. നമുക്ക് BMW ഒരു ടൈപ്പ് മോഡലുണ്ട്, ഞാൻ മോഡൽ പറഞ്ഞു. ആ മോഡലിൻ്റെ വീലാണ് ഈ റീയൂസ് ചെയ്തേക്കുന്നത്, ബ്ലാക്ക് ടിൻറ്റഡ്. പിന്നെ ഇത് പിസ്ത ഗ്രീൻ കളറിങ്, നമ്മൾ സൺലൈറ്റിലുള്ള കളറിങ് നമ്മൾ നോക്കിയായിരുന്നു. എല്ലാവർക്കും ഈ കളറൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനൊരു ഈ കളർ ടോണ് കണ്ടുകൊണ്ട്, ഞാൻ അധികം കണ്ടിട്ടില്ല ഈ കളർ ടോണ് ഈ മോഡൽസിലൊന്നും. അത് കാരണം ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി എടുത്താണ്. ഇതെല്ലാം വണ്ടി കൊള്ളാം, അടിപൊളി, ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓർഡറിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. മാക്സിമം എല്ലാവരും MRP തന്നെ ഹണ്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.